പ്രവാസികളുടെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഔദ്യോഗിക വേനൽക്കാലത്തിന്റെ തുടക്കത്തിന് തൊട്ടു മുൻപായി ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശം വിതച്ച് ശക്തമായ ഇടിമിന്നലും കൊടുങ്കാറ്റും പെരുമഴയും ഉണ്ടായി. വാരാന്ത്യത്തിലുണ്ടായ കടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തിൽ 2 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദക്ഷിണ ജർമ്മനിയിലും ലോവർ സാക്സണിയിലും നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ സംസ്ഥാനത്തുമാണ് കാറ്റ് ഏറ്റവും കൂടുതൽ ദോഷം വിതച്ചത്. റോഡപകടത്തിൽ 2 മരണമുണ്ടായി. പാടംപുട്ടമർഗിലെ ബ്രുക്സാലിൽ കനത്ത മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട ഒരു കാർ എതിർദിശയിൽ വന്ന മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറി 55 വയസ്സുകാരനായ ഡ്രൈവറും 54 വയസ്സുകാരിയായ സഹയാത്രിയെയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അതേസമയം ബവേറിയയിലെ ഓടിക്കൊണ്ടിരുന്ന മെർസഡസ് പിക്കപ്പ് വാനിലേക്ക് കൂറ്റൻ മരം ഒടിഞ്ഞു വീണ് കാറിന്റെ മേൽക്കൂര തകരുകയും പിൻസീറ്റിലിരുന്ന 15-കാരന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ലോവർ ബവേറിയയിൽ പള്ളിയുടെ അറ്റകുറ്റപ്പണിക്കായി സ്ഥാപിച്ചിരുന്ന മരപ്പലക ശക്തമായ കാറ്റിൽ ഇളകി വീണ് പ്രാർത്ഥനയ്ക്കെത്തിയ ദമ്പതികളുടെ തലയ്ക്കും തോളിനും പരിക്കേറ്റു. ശക്തമായ കാറ്റിൽ മരങ്ങൾ റെയിൽവേ ട്രാക്കുകളിലും ഇലക്ട്രിക് ലൈനുകളിലേക്കും ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ജർമ്മൻ റെയിൽവേ സർവീസുകളും വലിയ രീതിയിൽ തടസ്സപ്പെട്ടു. ഒസ്നാബ്രുക്കിൽ പള്ളിയിൽ ജ്ഞാനസ്നാന ചടങ്ങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പള്ളിക്ക് മുകളിൽ ശക്തമായ ഇടിമിന്നലേറ്റു. ഭാഗ്യവശാൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. നോർത്തേൺ വെസ്റ്റ്ഫാളിയയിൽ പലയിടങ്ങളിലും റോഡുകളും വീടുകളുടെ സെല്ലറുകളും വെള്ളപ്പൊക്കം മൂലം നാശനഷ്ടങ്ങൾ നേരിട്ടു. തിങ്കളാഴ്ച ജൂൺ 1 മുതൽ ജർമ്മനിയിൽ ഔദ്യോഗികമായി വേനൽക്കാലം ആരംഭിക്കുകയാണെങ്കിലും കനത്ത മഴയിൽ നിന്നും മോചനം ഉണ്ടാകില്ലെന്നാണ് ജർമ്മൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ താപനില 20 മുതൽ 26 ഡിഗ്രി വരെ ആയിരിക്കുമെന്നും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ തൊഴിലിനെയും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ബാധിക്കുന്ന തരത്തിൽ ഒരു പുതിയ നിയമ പ്രതിസന്ധി രൂപപ്പെടുന്നതായി ജർമ്മൻ സാമ്പത്തിക വിദഗ്ധരും വ്യവസായ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നു. ഏകദേശം 2.5 വർഷത്തോളമായി ബെർലിനിലെ രാഷ്ട്രീയ അണിയറകളിൽ വലിയ ശ്രദ്ധ നേടാതെ കിടന്നിരുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ജർമ്മൻ വിപണിക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഈ നിയമപരമായ മാറ്റം ജർമ്മനിയിലെ ദശലക്ഷക്കണക്കിന് ജോലികളെ നേരിട്ട് ബാധിക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജർമ്മനിയിലെ കമ്പനികൾക്കും ജീവനക്കാർക്കും വലിയ നിയന്ത്രണങ്ങളും അധിക ബാധ്യതകളും ഏർപ്പെടുത്തുന്ന ഒരു നിയമമാണ് ഇപ്പോൾ അതിന്റെ പൂർണ്ണമായ പ്രത്യാഘാതങ്ങളിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി ഇതിന്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ച് വ്യക്തത ഇല്ലാത്തതിനാൽ ബിസിനസ് മേഖല വലിയ മുൻകരുതലുകൾ എടുത്തിരുന്നില്ല. എന്നാൽ നിയമം നടപ്പിലാകുന്നതോടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയും അതോടൊപ്പം കടുത്ത ചട്ടങ്ങൾ കാരണം പല വൻകിട ചെറുകിട കമ്പനികൾക്കും തങ്ങളുടെ ജീവനക്കാരെ നിലനിർത്തുന്നത് കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. ഇത് വലിയ തോതിലുള്ള തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകളിലേക്ക് നയിച്ചേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ജർമ്മനിയിലെ നിലവിലുള്ള സങ്കീർണമായ ബ്യൂറോക്രസിക്കും നികുതി ഭാരത്തിനും പുറമെ പുതിയ നിയമം കൂടിയാകുന്നതോടെ ചെറുകിട സംരംഭകർക്ക് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാവും. ജർമ്മനിയുടെ ആഗോള സാമ്പത്തിക വളർച്ചയും ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും ഈ നിയമം ദോഷകരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഈ നിയമത്തിന്റെ കൂടുതൽ സാങ്കേതിക വശങ്ങളും ഏതെല്ലാം മേഖലകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നതിന്റെയും വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. നിലവിൽ കനത്ത തൊഴിലില്ലായ്മയും ഭവന പ്രതിസന്ധിയും നേരിടുന്ന ജർമ്മനിയിലെ പ്രവാസികൾ ഉൾപ്പെടുന്ന മലയാളികളെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും വലിയ ആശങ്കയോടെയാണ് ഈ പ്രശ്നത്തെ നോക്കിക്കാണുന്നത്. ജർമ്മനിയിൽ വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള സുപ്രധാന സർവേ ഫലം പുറത്തുവന്നു. ജർമ്മനിയെ ഞെട്ടിക്കുന്ന പുതിയ രാഷ്ട്രീയ സർവേ ഫലമാണിത്. ഇത്തവണ തീവ്ര വലതുപക്ഷ പാർട്ടി അധികാരത്തിൽ എത്തുമെന്ന് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു. ഈ വർഷം സെപ്റ്റംബറിൽ ജർമ്മനിയിലെ 3 സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി കുറഞ്ഞത് ഒരു സംസ്ഥാനത്തെങ്കിലും അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭൂരിഭാഗം ജനങ്ങളും കരുതുന്നതായി സർവേ ഫലം പ്രഖ്യാപിച്ചു. പ്രമുഖ സർവേ ഏജൻസിയായ ഇൻസ നടത്തിയ പുതിയ വോട്ടെടുപ്പിലാണ് ജർമ്മൻ രാഷ്ട്രീയത്തെ ഉലയ്ക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. സെപ്റ്റംബറിൽ സാക്സൺ അൻഹാൾട്ട്, മേക്ലംബർഗ് ഫോർപോമൻ, ബെർലിൻ എന്നീ 3 പ്രധാന സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സർവേയിലെ പ്രധാന കണ്ടെത്തലുകൾ നോക്കിയാൽ AfD പാർട്ടി നയിക്കുന്ന കക്ഷിക്ക് മുഖ്യമന്ത്രി വരുമെന്ന് 69% പേർ പറഞ്ഞു. സർവേയിൽ പങ്കെടുത്ത 69% ആളുകളും വിശ്വസിക്കുന്നത് കുറഞ്ഞത് ഒരു സംസ്ഥാനത്തെങ്കിലും AfDയുടെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ്. ഇതിൽ 28% പേർ കരുതുന്ന ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ AfD അധികാരം പിടിക്കുമെന്നാണ്. AfDക്ക് ഒരിടത്തും ഭരണം കിട്ടില്ലെന്ന് കരുതുന്നത് വെറും 16% മാത്രമാണ്.
ജർമ്മനിയിലെ വിദ്യാർത്ഥികൾക്കായുള്ള ധനസഹായ പദ്ധതിയായ ബാഫക് പരിഷ്കരണത്തെ ചൊല്ലി ഭരണകക്ഷിയിൽ വലിയ തർക്കങ്ങളും അനിശ്ചിതത്വവും ഉടലെടുത്തു. ഫെഡറൽ വിദ്യാഭ്യാസ ഗവേഷണ മന്ത്രി ഡൊറോത്തി ബെയർ നൽകിയ അഭിമുഖത്തിൽ ബാഫക് പരിഷ്കരണം ഉടൻ നടപ്പിലാകാൻ സാധ്യതയില്ലെന്നാണ് വ്യക്തമാക്കിയത്. ഭരണകക്ഷിയിലെ ചില വിഭാഗങ്ങൾ ഇപ്പോൾ ഈ പരിഷ്കരണത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നാണ് അവർ അറിയിച്ചത്. ബജറ്റ് വിനിയോഗത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ എല്ലാ മേഖലകളിലും ഒരുപോലെ ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്നും മന്ത്രി സൂചിപ്പിച്ചു. ജൂലൈ അവസാനത്തോടെ ഈ പരിഷ്കരണ ബിൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. വരുന്ന ശീതകാല സെമസ്റ്ററോടെ, അതായത് 2026-27 പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള തുക നിലവിൽ ഇത് പ്രതിമാസം 475 യൂറോയാണ്. ഇത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാനും താമസ ചെലവിനുള്ള അലവൻസ് കൂട്ടാനുമാണ് യൂണിയനും SPD-യും മുൻപ് ധാരണയിൽ എത്തിയിരുന്നത്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം ഇത് കൃത്യസമയത്ത് നടപ്പിലാകുമോ എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ജർമ്മനിയിലെ കൊളോണിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ജൂൺ 4 വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 9 മണിക്ക് കൊളോൺ മ്യൂൾഹൈമിലെ ലീഫ്രൗവൻ ദേവാലയത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് പട്ടണം ചുറ്റി പ്രദക്ഷിണവും തുടർന്ന് റൈൻ നദിയിലൂടെ കപ്പലിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ജർമ്മൻ കമ്മ്യൂണിറ്റിയോടൊപ്പം കൊളോണിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയും വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ വീഡിയോയിലേക്ക്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ജൂൺ 4 ഈ വർഷം പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ, ഫ്രോലൈഷ് നാം ഫെസ്റ്റ്. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നമ്മൾ ലീഫ്രാവൻ ദേവാലയത്തില് ജർമ്മൻ സമൂഹത്തോടൊന്ന് ചേർന്ന്, ഇടവകയോട് ചേർന്നാണ് ഈ തിരുനാള് ഘോഷിക്കുക. 9 മണിക്കാണ് ലീഫ്രാവൻ ദേവാലയത്തില് വിശുദ്ധ കുർബാന. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണമായി നമ്മൾ റൈന്റെ തീരത്ത് വരുന്നു. നമ്മുടെ മുത്തുക്കുടകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. ഷിപ്പിൽ കയറി 1 മണിക്കൂർ നേരം റൈനില് വെച്ചായിരിക്കും നമ്മുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുക. അത് കഴിഞ്ഞ് ആശീർവാദത്തിന് ശേഷം നമ്മൾ ലീഫ്രാവന്റെ ഹോളില്, ലീഫ്രാവൻ സാളിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നു. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഫ്രോലൈഷ്നാം ഫെസ്റ്റിലേക്ക്, പരിശുദ്ധ കുർബാനയുടെ തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഷിപ്പിൽ കയറാൻ ആഗ്രഹിക്കുന്നവരെ നേരത്തെ അറിയിക്കണം. അവർക്ക് ടിക്കറ്റ് ആവശ്യമുണ്ട്. 12 യൂറോയാണ് എർവാക്സനയ്ക്ക്. നമ്മൾ കുട പിടിക്കുന്നുണ്ട്. അപ്പൊ കുട പിടിക്കുന്നവർക്ക് ടിക്കറ്റ് ഫ്രീ ആയിരിക്കും. ഓക്കെ, എല്ലാവരെയും സ്നേഹപൂർവ്വം ഫ്രോലൈഷ്നാം ഫെസ്റ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇഗ്നേഷ്യസ് സച്ചിൻ. അമേരിക്കയിലെ ജോർജിയ സംസ്ഥാനത്തിൽപ്പെട്ട ഡോസൺ കൗണ്ടിയിൽ വിവാഹ ചടങ്ങുകൾക്ക് പിന്നാലെ മലയാളി വധൂവരന്മാർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്ന് വരനും പൈലറ്റും മരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും അറ്റ്ലാന്റയിലേക്ക് കുടിയേറിയ ഫിജി ഫേബ ദമ്പതികളുടെ മകനും ഡെൽറ്റ എയർലൈൻസ് പൈലറ്റുമായ ഡേവ് ഫിജിയാണ് മരിച്ച മലയാളി. ഡേവിന്റെ ഭാര്യ ജസ്നിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഡേവിന്റെയും ജസ്നിയുടെയും വിവാഹം. ആഘോഷങ്ങൾക്ക് ശേഷം വടക്കൻ ജോർജിയയിലെ വിവാഹ വേദിയിൽ നിന്ന് മടങ്ങവെയാണ് വധൂവരന്മാർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.